ഹാജർ. അവർ റെഡി ആയില്ലേ? ആ, പറഞ്ഞ സമയത്ത് തന്നെ എത്തിയല്ലോ. വാക്ക് പാലിക്കുന്ന കാര്യത്തിൽ പിശുക്കില്ലാത്തതാണ് ഈനാശു. അറിയോ? അതെ, നമ്മൾ പറയുന്നതനുസരിച്ചിരിക്കുന്ന പെണ്ണാണല്ലോ. പിന്നെ പെണ്ണ് സെറ്റപ്പ് അല്ലേ? ആരുടെ സെറ്റപ്പ്? എന്നാലും ആരോടൊന്നും പറയണ്ട, അവരെ പോകുമ്പരെ. പോവേ, ഇത് ആ സെറ്റപ്പ് അല്ല. പെണ്ണിനോടും ഫാമിലിയോടും ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി മാത്യു തോമസിന്റെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. ഇതാരാ? അമ്മച്ചി, ഇത് ബ്രോക്കർ ഈനാശു. സാധാരണ കോടീശ്വരന്മാര്, മന്ത്രിമാര് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമേ ഈനാശു ബ്രോക്കർ പണിയാറുള്ളൂ. ഇതിപ്പോ ഞാൻ നിർബന്ധിച്ചിട്ട് വന്നതാ. സ്റ്റാൻഡേർഡുള്ള കേസ് മാത്രമേ ഞാൻ പിടിക്കൂ. കണ്ടിട്ട് അത്ര വലിയ സ്റ്റാൻഡേർഡ് ഒന്നും തോന്നില്ലല്ലോ. ലുക്കിലല്ലോ, വർക്കിലല്ലേ കാര്യം. ഹലോ മിസ്റ്റർ തോമസ് മാത്യു. ഇതാരാ, സിസ്റ്ററാണോ? മോള. ഓ, നമ്മളിപ്പോ പോകുന്നത് കോട്ടയത്തെ അതിപുരാതനമായ ഒരു വീട്ടിലെ പെണ്ണെ കാണാനാ. പുരാവസ്തുവാണോ? അത് അത്ര പുരാതനമൊന്നുമല്ല. 40 വയസ്സ്, LLB കാരിയാ. തന്റേതല്ലാത്ത കാരണത്താൽ സ്വന്തമായി വാദിച്ച് വിവാഹബന്ധം വേർപെടുത്തിയ മിടുക്കി. ഓ, പേര് ജോളി. അതുകൊള്ളാം. പേര് മാത്രമല്ല, ആളും കൊള്ളാം. ജോളിയെ കെട്ടിയ ജോളിയായിട്ട് നടക്കാം. അനീറ്റ, ബാഗ് മറന്നു. ഇത് സ്റ്റെല്ല അല്ലേ? മന്ത്രി ജോൺ ഡി ഫിലിപ്പിന്റെ വീട്ടിൽ ചെന്ന് കയറി അയാളെ നാളം കിടത്താൻ നോക്കിയ പെണ്ണ്. ഇവിടെ എന്താ? ഇവിടെ സ്റ്റെല്ല ഇപ്പൊ ഇവിടെയാ താമസം. അയ്യോ, ഇവിടെ അത് വേണ്ട. അതെന്താ? എന്റെ പൊന്നോ, ഇതൊരു ബോംബാ. എപ്പോഴാ പൊട്ടിത്തെറിക്കണെന്ന് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ ഇവിടെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണ്. ഇവൾക്കൊരു അപകടവും പറ്റാതിരിക്കാനാണ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇവൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. മോളകത്തേക്ക് പോ. വിശ്വസിക്കരുത്. പിടിച്ചു നിൽക്കാൻ എന്ത് നുണയും പറയണവളാ ഇവള്. കൂടുതൽ വാച അടിക്കാതെ താൻ വന്ന കാര്യം പറഞ്ഞു പോവാൻ നോക്ക്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഈ പെണ്ണ് ഇവിടെ താമസിക്കുന്നിടത്തോളം ഞാൻ നിങ്ങൾക്കൊരു സഹായം ചെയ്യാൻ പോകുന്നില്ല. നേതാക്കന്മാർ അറിഞ്ഞില്ലേ, ഞാൻ അവരുടെ ശത്രുവും. ഈനാച്ചു ഞങ്ങളെ കാര്യത്തിൽ ഇടപെടണ്ട. ഇവനെ കൊണ്ടുപോയി പെണ്ണ് കാണിക്കാൻ നോക്ക്. നടക്കില്ല, ഞാൻ ചെയ്യില്ല. ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളുമായിട്ട് ഒരു കോംപ്രമൈസും ഞാനില്ല. ഞാൻ എന്റെ പാട്ടിന് പോകണം. ഈനാശു, പോവേ. ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചി ആ പെങ്കൊച്ചിനെ പറ്റി. വേണ്ടാത്ത കുരിശെടുത്ത് തലവെക്കേണ്ട കാര്യമുണ്ടോ? നീ ഒന്ന് പോടാ. അവളെ ഇറക്കി വിട്ടിട്ട് ഇവനിപ്പോ ഒരു കല്യാണം കഴിക്കണ്ട. അപ്പൊ പെണ്ണ് കിട്ടുന്നില്ലേ? പപ്പയ്ക്ക് ഒരു പെണ്ണിനെ ഞങ്ങളെ നോക്കിക്കോളാം. അതിന് ബ്രോക്കറിന്റെ ആവശ്യമില്ല. കഞ്ഞി ഇതുവരെ കുടിച്ചില്ലല്ലോ ചേച്ചി. എനിക്ക് തീരെ പറ്റാഞ്ഞിട്ട മോളെ. എന്തോ ഒരു വല്ലായ്മ. അല്പം കഞ്ഞിവെള്ളം ചൂടാക്കി തന്നാ മതി. മുസ്തഫയും തരുൺ സാറും ആകെ കലിപ്പില്ല. അവരോടൊന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കാനാ നമ്മൾ നോക്കേണ്ടത്. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ശ്രമിച്ചു നോക്കാം. പ്രലോഭനം ഏറ്റില്ലെങ്കിൽ അല്പം പേടിപ്പിച്ചാലും തെറ്റില്ല. പെണ്ണ് നമ്മുടെ വരുതിക്ക് വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ നാറും. നിങ്ങൾ വരണ്ട, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. മാളിയക്കാര് ദത്തെടുത്തെന്ന് കേൾക്കുന്നുണ്ടല്ലോ ഗ്രേസി. ഇത് ചോദിക്കാനാണോ വന്നത്? അയൽക്കാരാവുമ്പോ ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ അറിയണ്ടേ. കത്രീനാമ്മയുടെ മകൻ പെണ്ണ് കെട്ടാൻ നാട്ടിലേക്ക് വന്നെന്ന് കേൾക്കുന്നു. ഇനി എങ്ങാനും അയാളെ വശത്താക്കാൻ കൂടിയതാണോ? ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളുടെ കൊച്ചിന് സൗകര്യം ഉള്ളോടത്ത് നിർത്തും. അതിനാർക്കും കണ്ണുകടി ഉണ്ടായിട്ട് കാര്യമില്ല. എനിക്ക് കണ്ണുകടി ഇല്ലപ്പാ. നാട്ടുകാർ ഓരോന്ന് പറഞ്ഞ് അറിയിച്ചെന്നേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മാളിയക്കാര് വിചാരിച്ചാലൊന്നും സ്റ്റെല്ലയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ജോസഫ് സാറിന്റെ മകൻ പറയുന്നത് അനുസരിച്ചാൽ അവൾക്കൊരു ജീവിതം ഉണ്ടാവും. അനുസരിച്ചാൽ മാത്രം. ജമീലെ, നിന്റെ സ്വഭാവം ഞങ്ങക്ക് നന്നായിട്ട് അറിയാം. മുഖമടച്ച് പറയാൻ അറിയാഞ്ഞിട്ടല്ല. കൂടുതൽ വിശദീകരിക്കാണ്ട് മര്യാദക്ക് ഇറങ്ങി പോവാൻ നോക്ക്. ഇറങ്ങി പോവാൻ. ഓ, അമേരിക്കക്കാര് പുറകിലുണ്ടെന്ന് ധൈര്യമാണല്ലേ? അവര് തിരിച്ചു പോവും. ഞങ്ങളെ ഇവിടെ കാണൂ. അന്ന ചേച്ചി, നിങ്ങളെ ചികിത്സിക്കാൻ വേണ്ടിയാ സ്റ്റെല്ല ജോസഫ് സാറിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത്. അവര് പറഞ്ഞ പോലെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ആ കാശ് പലിശ സഹിതം തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിന് നിങ്ങളെ കൊണ്ട് പറ്റില്ല. പിന്നെ വേഷം കെട്ടെടുത്താ അവര് വെറുതെ ഇരിക്കില്ല. അവളെ കൊന്നങ്ങ് കുഴിച്ചു മൂടും. ചേച്ചി വിഷമിക്കാതിരിക്കെ. ഇവള് കുരച്ചോളും. അവളുടെ കുലമഹിമയെ. അതേടി, നമുക്ക് കാണാം. നിനക്കൊക്കെ അവളുടെ ശവമടക്ക് കൂടാനേ യോഗം. അങ്ങനെ തന്നെ വേണം.
ചേച്ചി കരയില്ലേ? ചേച്ചി കിടക്ക് ചേച്ചി. ചേച്ചി കിടക്ക്. ജമീലെ വിളിക്ക്. എന്തിന് ചേച്ചി? എനിക്ക് ചേച്ചി എന്നെ ഒന്നെടി. അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ. ചേച്ചി അതൊന്നും കേക്കണ്ട. കിടക്ക് കിടക്ക് ചേച്ചി. പറയും. വേണ്ട കിടക്ക് ചേച്ചി. എന്താ ചേച്ചി? ചേച്ചി കിടക്ക്. എന്താ ചേച്ചി? കിടക്ക് ചേച്ചി. ചേച്ചി ചേച്ചി ചേച്ചി